കമ്മ്യൂണിസ്റ്റുകാരുടെ അവരുടെ സ്വാഭിപ്രായങ്ങൾ പരസ്യമായി പറയണമെന്ന കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ലാസ്റ്റ് ഭാഗത്ത് മാർക്സ് എഴുതി വെച്ചത്. അത് അയാൾ വായിച്ചിട്ടുണ്ടാവില്ല. ഞാൻ അയാളെ കുറ്റപ്പെടുത്തുന്നില്ല, പറയിപ്പിച്ചതല്ലേ. പിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നു. ഇതൊന്നും വായിക്കാത്തവർ പറഞ്ഞു കൊടുപ്പിക്കുന്നതാണ്. കാരണം ഇയാളുടെ ശബ്ദം ഇനി ഉയരാൻ പാടില്ല കേരളത്തിൽ. എന്റെ ശബ്ദം ഉയരുന്നതുകൊണ്ട് പാർട്ടിക്ക് ഗുണമല്ലേ ഉള്ളൂ, സാധാരണക്കാരന് ഗുണമല്ലേ ഉള്ളൂ. ഒരു ദോഷവും ആർക്കും ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ. ഉണ്ടായതായിട്ടൊരു ആരോപണം ആരും ഉന്നയിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇത് സാധാരണ ഒരു പാർട്ടി മെമ്പറായി പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ബ്രാഞ്ചിലാണ് ഞാനുള്ളത്. മറ്റൊരു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഒരു സഖാവിനെ പറ്റി പത്തനംതിട്ട നിന്നുകൊണ്ട് ഒരാൾ കല്ലെറിയുകയാണ്. കല്ലിവിടെ വരുത്തില്ല, അവിടെ തന്നെ കിടപ്പുണ്ട്. ഞാൻ ഈ കാര്യം പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ പോയി പറയണമെന്ന് ആലോചിച്ചത്, അവനെ വേണ്ടെന്ന് വെച്ചു. അത്ര വലിയ പ്രാധാന്യമില്ലെങ്കിലും എനിക്ക് പ്രാധാന്യമുണ്ട്. കാരണം ഞാൻ വിശ്രമ ജീവിതം നയിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ 1480 പൊതുപരിപാടികൾ പങ്കെടുത്തു. ഇതിന് പുറമെ ജില്ലയ്ക്ക് വെളിയിൽ 17 പരിപാടി പങ്കെടുത്ത കൂടി. കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ 17 പരിപാടി പങ്കെടുത്തു. പറ്റുന്നത് ഞാൻ ഏക്കാറേയില്ല. മൊത്തം 4 വർഷം ഞാൻ പങ്കെടുത്ത പലവിധ പരിപാടികൾ 3652. വിവാഹം, മരണമൊക്കെ പരിപാടിയാണല്ലോ. അവരെന്നെ വിളിക്കുന്നതിന്റെ അർത്ഥം എന്താ? ഞാൻ ചെല്ലണമെന്നല്ലേ. അപ്പം ഞാൻ അതിന് പോകും. അപ്പം എനിക്ക് കുറച്ച് ടൈമുണ്ട്. 3652 പരിപാടികൾ പങ്കെടുത്തു 4 വർഷം. അതിൽ പൊതുപരിപാടിയാണ്, മീറ്റിങ്ങുകളാണ് 1480. ഇടതുപക്ഷക്കാരല്ലാത്തവരെ വിളിക്കുന്ന സെമിനാറുകളെ, മീറ്റിങ്ങുകളെ, സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനങ്ങളൊക്കെ അതിനകത്ത് വരും. ശരാശരി 900 പരിപാടി ഞാൻ ഈ 4 വർഷമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം ഇന്ന് 2024 അവസാന വർഷമാണ്. ഇവിടെ പറയുകയാണ് ഡിസംബർ 31, ജനുവരി 1, 2020 പുതുവർഷം വരികയാണ്. വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങളുടെ പ്രേക്ഷകർക്കും ഞാൻ വത്സരാശംസകൾ നേരുന്നു. അതുപോലെ തന്നെ പോകുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ പൈസ ചോദിച്ചു വാങ്ങാറില്ല. ദീർഘദൂരമുള്ള പൈസയൊക്കെ ചെന്നിട്ട് പൈസ തരും. ഈ കാറിന്റെ പെട്രോളിന്റെ പൈസയും ഡ്രൈവറുടെ ശമ്പളവും ഞാൻ വാങ്ങിക്കും. കാരണം 35,000 രൂപ പെൻഷൻ്റെ ഉണ്ട്. കാരണം വരുമാനമൊന്നുമില്ല. ഇവിടെ വേറെ വരുമാനങ്ങളൊന്നുമില്ല. എൻ്റെ വൈഫിന്റെ ഒരു USC പ്രൊഫസറായിരുന്നു, റിട്ടയർ ചെയ്ത് അവരുടെ വരുമാനമുണ്ട്. ഞങ്ങളുടെ രണ്ടുപേരുടെ പെൻഷൻ, അല്ലാതെ ആരുടെയും പൈസ ഒന്നും ഞങ്ങൾ സ്വീകരിക്കാറില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പൈസയൊക്കെ മുടക്കിയാണ് പല പരിപാടിക്കും പോകുന്നത്. എല്ലാവർക്കും ഒന്നും പൈസ തരാനുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ഞാൻ വിശ്രമ ജീവിതം നയിക്കുകയല്ല. മിണ്ടാതിരിക്കണമെന്ന് ആജ്ഞാപിക്കാൻ ഇത് തമ്പുരാക്കന്മാരുടെ കാലമൊന്നുമല്ല. അങ്ങനെ പറയേണ്ട കാര്യമൊന്നും പത്തനംതിട്ടയിലെ ആ സുഹൃത്തിനില്ല. ആരാന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ആരാന്ന്. ഞാൻ അന്വേഷിച്ചിട്ടില്ല. എനിക്ക് അന്വേഷിക്കാൻ ഞാൻ അന്വേഷിക്കാനേ പോകുന്നില്ല. പക്ഷെ അതൊരു ആക്ഷേപമാണ്. കേരളം മൊത്തം ശ്രദ്ധിക്കാൻ വേണ്ടി എന്നെ അപമാനിക്കാൻ നടത്ത ഒരു ആക്ഷേപമാണ്. പക്ഷെ എനിക്ക് യാതൊരു കുറവില്ല. ഇന്നലെ ഞാൻ കളത്തട്ടൻ്റെ സമാപന സമ്മേളനം ഇത് വന്നതിന് ശേഷം എന്നെ വിളിച്ച ഉദ്ഘാടനം ചെയ്തു അമ്പലപ്പുഴയിൽ. പരിപാടിക്കൊന്നും യാതൊരു താല്പര്യമില്ല. ഒരുപാട് പരിപാടികൾ കിടക്കുകയാണ് ഈ വർഷവും. പിന്നെ ശ്രദ്ധ പിടിച്ചു പറ്റാനല്ലേ പൊതുപ്രവർത്തകർ സംസാരിക്കേണ്ടത്. അതല്ലേ ഞാൻ പറഞ്ഞത്, മാർക്സ് പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റുകാരുടെ അവരുടെ സ്വാഭിപ്രായം തുറന്നു പറയും. പറയാൻ പാടില്ലാത്തത് പറയത്തില്ല പാർട്ടിയെ പറ്റി. പാർട്ടിക്ക് അകത്ത് പറയേണ്ടത് അവിടെ അതല്ല പറയുന്നത്. സ്വാഭിപ്രായങ്ങൾ, സാമൂഹിക വിമർശനങ്ങൾ തുറന്നു പറയണം. പൊതുഖജനാവ് കൊള്ളയടിക്കുന്നവരെ പറ്റി, അഴിമതി കാണിക്കുന്നവരെ പറ്റി, വർഗീയവാദികളെ പറ്റി, മറ്റ് വൃത്തിയിലുള്ളവരെ പറ്റി പേര് പറയാതെ ഞാൻ പൊതുവിമർശനം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ഇഷ്ടപ്പെടാത്തവരാണിത് പറയുന്നത്. ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നത് ഞങ്ങളെ പറ്റിയാണെന്ന് സ്വയം ഏറ്റെടുക്കേണ്ട കാര്യം എന്താ? സാമൂഹിക വിമർശനം നടത്താതെ രാഷ്ട്രീയം ശക്തിപ്പെടത്തില്ല. അതാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭിക്കുന്നതിന് മുമ്പ് സാമൂഹ്യ പ്രവർത്തനങ്ങളിലല്ലേ പാർട്ടി നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ടിരുന്നത്. P. കൃഷ്ണപിള്ള അടക്കം അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനങ്ങളിലും പങ്കെടുത്തിരുന്നു. സോഷ്യൽ സർവീസിൽ എല്ലാവരും അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെന്നിട്ട് ഇവരെയെല്ലാം ജനങ്ങളെ അംഗീകരിച്ച് അവരെല്ലാം ജനങ്ങളുടെ കൂടെ കൊണ്ടുവന്നത്. അപ്പോൾ സോഷ്യൽ സർവീസ് ഈസ് ദ ബേസിക് ഫൗണ്ടേഷൻ ഓഫ് പൊളിറ്റിക്കൽ സർവീസ്. സോഷ്യൽ സർവീസിൽ നിന്നും ഡൈവേഴ്സ് ചെയ്യപ്പെട്ട പൊളിറ്റിക്കൽ സർവീസിന് ആളുണ്ടാവില്ല. ഈ ചില പാർട്ടികൾ ആളില്ലാത്തതിന്റെ കാരണം അവർക്ക് സോഷ്യൽ സർവീസ് ഇല്ല. CPM സോഷ്യൽ സർവീസ് ഉണ്ട്, വാർഡ് അടിസ്ഥാനത്തിലുണ്ട്, കുടുംബാടിസ്ഥാനത്തിലുണ്ട്. അതെവിടെയൊക്കെ ശക്തമാണോ അവിടെയല്ലേ നിന്നും. പത്തനംതിട്ടയിൽ അഭിമാനകരമായ അസംബ്ലി വിജയമാണ്. 5 സീറ്റും ജയിച്ചവിടെ. ഇവിടെ പോലും 1 സീറ്റ് പോയി. ഹരിപ്പാട് 5 സീറ്റും ജയിപ്പിച്ച ജനങ്ങളാണ് ഇവിടെയുള്ളത്. അതിന്റെ പ്രവർത്തകർ എവിടെയുണ്ട്. അപ്പോൾ അവരുടെ ഒന്നും പൊതു അഭിപ്രായമല്ല വന്നത്. രാജീവ് അബ്രഹാമാണ് ജില്ലാ സെക്രട്ടറി. അതിസമർത്ഥനായ സഹാവാണ്. നല്ല പാർലമെന്റേറിയനാണ്. എൻ്റെ സഹപ്രവർത്തകനാണ്. നമ്മൾ ഒരുമിച്ച് അസംബ്ലി 20 വർഷക്കാലം ഇരിക്കുകയും നടക്കുകയും ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അനന്തഗോപനെ അറിയാം, എല്ലാവരെയും അറിയാം. എനിക്ക് ഓമല്ലൂർ ശങ്കരനെ അറിയാം, TK നായരെ അറിയാം. അല്ല, ഞാനങ്ങനെ കാണുന്നുള്ളൂ. കാരണം ഒരു ഏരിയ കമ്മിറ്റിക്കൊന്നും അങ്ങനെ വിമർശിക്കാനൊക്കത്തില്ല. എന്തടിസ്ഥാനത്തിൽ വിമർശിക്കണം?
എന്തിനങ്ങനെ വിമർശനം? ഏത് കാര്യമെന്ന് പറയുന്നില്ലല്ലോ. ഇന്നത് പറഞ്ഞത് പാർട്ടി വിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്, തിരുത്തിക്കൂടെ? അതില്ല, ആക്ഷേപിക്കാൻ പറയുന്നതാണിത്. സംശയം എന്താ? നീക്കമൊന്നുമല്ല ആ പറഞ്ഞ ആൾ. എനിക്കൊരു നീക്കത്തെ പറ്റി സംശയം. ഞാൻ അങ്ങനെ ഒന്നും യാതൊരു തരത്തിലുള്ള ഹെഡിങ്ങുകളും കൊടുത്തേക്കരുത്. ഞാൻ പറയാത്ത ഒന്നും നിങ്ങൾ തലയ്ക്ക് ഹെഡിങ് കൊടുക്കരുത്. ഇത് വളരെ ക്രൂസിയലായ കാര്യങ്ങളാണ്, ഇനിയും പറയേണ്ടി വരും. അയാൾ മനഃപൂർവ്വം ചെയ്തതാണ്, അയാളെ കൊണ്ട് അയാൾ പറയിപ്പിച്ചാന്ന് ഞാൻ പറഞ്ഞല്ലോ. അതൊരു വലിയ വിഭാഗമൊന്നും അല്ല, ആരോ ഉണ്ടാവും. ഇവിടെയുണ്ടല്ലോ ചിലർ. എന്നെ കല്യാണത്തിന് വിളിക്കരുത്, മരണം അറിയിക്കരുതെന്നൊക്കെ 2021 22 പറഞ്ഞല്ലോ ഇവിടെ നടന്നിട്ട് ഓരോരുത്തർ. അവരൊക്കെ ഇപ്പൊ എവിടെ? ആയിരക്കണക്കിന് കല്യാണത്തിനല്ലേ വിളിച്ചോണ്ടിരിക്കുന്നത്. മരണം കഴിഞ്ഞ് സഞ്ചയനത്തിന് പോകണം, 14 ദിനത്തിന് പോകണം ചേട്ടത്. അവളൊന്ന് വിളിക്കുകയാണ്. അല്ലാതെ MLA സ്ഥാനം MP സ്ഥാനമൊക്കെ നീട്ട് 48 58 വയസ്സിലെ MLA MP ഒക്കെ ആയത് അറിയാവോ? ഞാൻ SFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയോ പ്രസിഡന്റോ ഒന്നായിരുന്നപ്പോഴൊന്നും ഞാൻ മത്സരിച്ചിട്ടില്ല. വളരെ ലേറ്റായിട്ടാണ്. നന്നായി, കാരണം അപ്പോൾ എനിക്ക് കുറച്ച് അറിവൊക്കെ വന്നല്ലോ. അപ്പോൾ ഞാൻ ചെയ്തതൊക്കെ വലിയ കുഴപ്പമില്ലാതെ അങ്ങ് നടന്നു. ഈ നാട്ടിൽ ചെയ്ത എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഒരാഗ്രഹവും ഇല്ല. മരിക്കുന്നിടം വരെ പാർട്ടി മെമ്പറായി ആരോഗ്യമുള്ള കാലത്ത്. ആരോഗ്യമില്ലെങ്കിലും പാർട്ടി മെമ്പർഷിപ്പ് പോകില്ല. പാർട്ടിയുടെ രീതി അതാ. ചുമതലകളൊന്നും തരത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. മരിക്കുന്നവരോടുകൂടി ആയിരിക്കും പാർട്ടി മെമ്പർഷിപ്പ് പോണത്. എന്തായാലും ഒരു 10 വർഷം കൂടെ ഞാനുണ്ടാവും, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനെപ്പറ്റിയൊന്നും ഇപ്പം പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതെ, അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനും കൂടി കൈപൊക്കി കമ്മിറ്റിക്കകത്ത്. ഞാനതിനെ എതിർത്തില്ല, ഞാനതിനെ കൈപൊക്കി. കാരണം പാർട്ടിയുടെ പൊതു താല്പര്യമാണ്. അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. ഭാവിയിൽ പിന്നെ അത് എങ്ങനെയാന്ന് വെച്ചാൽ അത് ഗുണകരമാണോ ഇല്ലെന്നൊരു 5-10 വർഷം നോക്കിക്കഴിഞ്ഞിട്ട് അത് പാർട്ടിക്ക് വേണം തീരുമാനിക്കാം. അത് പോട്ടെ, അതൊരു പ്രശ്നമല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് യാതൊരു പ്രശ്നമില്ല. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് ആ കാര്യത്തിൽ. അത്രയേ ഉള്ളൂ. അവിടെ ഞാൻ ബ്രാഞ്ചിലാണ്, എല്ലാ ബ്രാഞ്ച് സമ്മേളനത്തിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അവർ വിളിക്കുന്നില്ലെങ്കിൽ ഞാൻ സെക്രട്ടറിയെ പറഞ്ഞ് വിളിപ്പിക്കുകയാണ്. ഇനി പാർട്ടി കോൺഗ്രസിന്റെ ഡോക്യുമെന്റ് ചർച്ച ചെയ്യാൻ 3-ാം തീയതി വൈകിട്ട് 5:30 വിളിച്ചിട്ടുണ്ട് DC ഓഫീസിൽ.